ഈ നമ്മുടെ അജ്ഞാതന്മാരെന്ന് പറയുന്ന കക്ഷികൾ പാകിസ്ഥാനിൽ തകർത്താടുകയാണ്. ഇതൊക്കെ കോൺഗ്രസിന്റെ സമയത്ത് ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ്. ഈ ബോംബെ അറ്റാക്ക്, അതേപോലെ ബോംബ് സ്ഫോടനം, പിൽഗ്രിമിന്റെ, കാരണം രജൂരി അടുത്ത ഇടയ്ക്കുണ്ട്. നേരത്തെ ഈ സംഭവമൊക്കെ കോൺഗ്രസ് ഗവൺമെന്റ് ഭരിച്ചപ്പോൾ ഉണ്ടായത്. അപ്പൊ അത് അവർക്കിന്ന് പേ ബാക്ക്, കടം തീർത്ത് കൊടുത്തത് ഈ പറയുന്ന മോദി നയിക്കുന്ന BJP ആണ്. അത് മനസ്സിലാക്കണം. അപ്പം ഇതിനകത്ത് ഉറപ്പായിട്ട് സന്തോഷമുണ്ട്. എത്ര കുട്ടികൾ, എത്ര ആൾക്കാരെ കൊന്ന ഒരുത്തനെ അതിമനോഹരമായിട്ട് ഹോളിവുഡ് സിനിമയ്ക്കകത്ത് പോലും കാണിക്കാത്ത രീതിയിൽ അടിച്ചു തട്ടി ദൂരെ കളഞ്ഞു. അതോടുകൂടി ഹഫീസ് സെയ്ദിന് പോലും പേടി. അയാളെ കാണാൻ വന്ന മരുമോനെയാണ് തട്ടിയത്. അയാൾക്കും പേടിയെന്ന ആള് ജയിലിനകത്ത് ആരെങ്കിലും കയറി അയാളെയും തട്ടുവോ? അതായത് പാകിസ്ഥാൻ പോലും നിശ്ചലമായി പോയി. അത്രമാത്രം കമ്മിറ്റഡ് ആണ് ഗവൺമെന്റ്. കാരണം നിന്നെ വിടത്തില്ല. നീ എവിടെ പോയി വിളിച്ചാലും നിന്നെ വിടത്തില്ല. അതാണ് പറഞ്ഞത്, നീ എവിടെ പോയി വിളിച്ചാലും നിന്റെ പുറകിലുണ്ട്. കാനഡയിൽ പോയാലും പുറകിലുണ്ട്. നീ എവിടെ പോയാലും. ഈ ഒരു കൃത്യമായ മെസ്സേജാണ് കൊടുത്തത്. പാകിസ്ഥാൻ പട്ടാളത്തിന്റെയും അവിടുത്തെ കമാൻഡോയുടെയും ഗവൺമെന്റിന്റെയും സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് കയറി തല്ലും, അതിനകത്ത് കയറി കൊല്ലും. പിന്നെ കഴിഞ്ഞിടയ്ക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, 2 or 3 ഇന്ത്യയിൽ വന്ന് ഓപ്പറേറ്റ് ചെയ്ത ടെററിസ്റ്റുകളെ ജയിലിനകത്ത് കയറി വിഷം കൊടുത്തു പോകുന്നു. അപ്പൊ ആരും ആലോചിച്ച് നോക്കുക, എത്ര കൃത്യമായിട്ടാണ് ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്യുന്നത്. ഇനി എന്നൊക്കെയാണ് നമുക്ക് ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ അഭിമാനിക്കാൻ. ശ്രദ്ധിച്ച് കേൾക്കുക. 3 വണ്ടികൾ, അതായത് നടുക്കാണ് അബു അട്ടൽ എന്ന് പറയുന്ന ഭീകരവാദി ട്രാവൽ ചെയ്യുന്ന വണ്ടി. അതിനകത്തും ഒരു സെക്യൂരിറ്റി ഗാർഡുണ്ട്, ഗവൺമെന്റ് ഓഫ് പാകിസ്ഥാന്റെ. അതായത് സ്പെഷ്യൽ കമാൻഡോ, അതായത് നമ്മൾ NSG എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ സ്പെഷ്യൽ കമാൻഡോയാണ് ഈ ഗ്രൂപ്പ് അതിനകത്തുള്ളത്. പുറകിൽ വണ്ടിയുണ്ട്, അതിനകത്ത് 4 പേരുണ്ട് സെക്യൂരിറ്റി ഗാർഡ്, അവരുടെ കമാൻഡോ. മുമ്പിലത്തെ വണ്ടിക്കകത്ത് 4 പേരുണ്ട്. ഈ വണ്ടി പോകുന്ന സമയത്ത് മുമ്പിലുള്ള വണ്ടിയുടെ രണ്ട് ഭാഗത്ത് വലതുവശത്തും, കാരണം ഇടതുവശത്തും വലതുവശത്തുമായിട്ട് 2 ബൈക്കുകൾ വരുന്നു. പെട്ടെന്ന് ഒരു ബൈക്ക്, അതിന്റെ തൊട്ട് പുറകെ വേറെ 2 ബൈക്ക് വരുന്നു. പുറകിലുള്ള കോൺവോയ്, അതായത് ഏറ്റവും പുറകിലുള്ള സെക്യൂരിറ്റി വണ്ടിയുടെ അതിന്റെ പിറകിലായിട്ട് 2 ബൈക്ക്. ഏകദേശം 6 അതിൽ 8ഓളം ബൈക്കുകളുണ്ട് എന്നാണ് ലാഹോറിലുള്ള പത്രം പറയുന്നത്, ഈ ദൃക്സാക്ഷികളെ വെച്ചിട്ട്. അപ്പൊ ഇടയ്ക്ക് വരുന്നൊരു ബൈക്ക്, അതായത് തൊട്ട് മുമ്പിൽ പോകുന്ന കോൺവോയുടെ കൂടുതലുള്ള ബൈക്കല്ല, തൊട്ട് പുറകിൽ വരുന്ന അതിലൊരു ബൈക്ക് പെട്ടെന്ന് ഈ അബു അട്ടലിന്റെ വണ്ടിയുടെ മുമ്പിലോട്ട് കയറുന്നു. അപ്പൊ മുമ്പിലുള്ള വണ്ടി, അതിന് മുമ്പിലുള്ള സെക്യൂരിറ്റി വണ്ടി കുറച്ച് മുമ്പോട്ട് മാറുന്നു. അപ്പൊ അതിന്റെ സൈഡിലുള്ള ആൾ, അതായത് ബൈക്കിൽ വന്നയാള്, അത് ഓടിക്കുന്ന ഡ്രൈവറെ ഫയർ ചെയ്യുന്നു, ഷൂട്ട് ചെയ്യുന്നു പെട്ടെന്ന്. അപ്പൊ മുമ്പിൽ ബൈക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ വണ്ടി ബ്രേക്കിലോട്ട് വേഗത കുറച്ച് ചവിട്ടുന്നു. തൊട്ട് മുമ്പിൽ വന്ന ബൈക്കിൽ വന്ന അതിന്റെ പുറകിൽ ആളുണ്ട്. ഏകദേശം 15 മുതൽ 20ഓളം ബുള്ളറ്റ് അടുപ്പിച്ച് ഫയർ ചെയ്യുന്നു. അബു അട്ടൽ തട്ടിപ്പോകുന്നു. അയാളെ രക്ഷിക്കാൻ വേണ്ടി ആ സമയത്ത് ഈ വണ്ടിയുടെ അകത്തുള്ള ഈ കമാൻഡോ ഇറങ്ങുന്നു. തൊട്ടു പുറകിലുള്ള വണ്ടിക്കകത്ത് വരുന്ന കമാൻഡോകൾ പെട്ടെന്ന് റൈഫിളുമായിട്ട് ഇറങ്ങും, ചാടി ഇറങ്ങുന്നു. അപ്പൊ മുമ്പിലുള്ള വണ്ടി പുറകോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്താ ഇവിടെ സംഭവിച്ചത്. അതിന്റെ തൊട്ടു പുറകിൽ വന്ന 2 ബൈക്കിലുള്ളവർ അവർ കാണുന്നില്ല. ഇവര് വണ്ടിയിൽ നിന്നിറങ്ങി ഈ കമാൻഡ് സെക്യൂരിറ്റി വന്ന കമാൻഡോകളെ പുറകിൽ നിന്ന് വന്ന ബൈക്കിൽ ആൾക്കാർ ഫയർ ചെയ്യുന്നു. അതായത് നമ്മൾ ഈ സിനിമയിൽ കാണുന്നതിനേക്കാളും അതിമനോഹരമായി ഡ്രാഫ്റ്റ് ചെയ്ത് ഹോംവർക്ക് ചെയ്ത രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിനെല്ലാം ശേഷം വേറൊരു ബൈക്കിൽ ഒരാൾ ഒറ്റയ്ക്ക് വരുന്നു, അവിടെ നിർത്തുന്നു. അതിന് അയാൾ കൺഫേം ചെയ്തു. അപ്പോൾ ആൾക്കാരെപ്പോഴത്തേക്ക് കൂടി കൺഫേം ചെയ്യുന്നു, ഈ അബു അട്ടൽ തീർന്നു, അതായത് അയാൾ കൊല്ലപ്പെട്ടു എന്ന് കൺഫേം ചെയ്ത ശേഷം അയാൾ കുറച്ച് നടന്നു മാറിയിട്ട് വേറെ ബൈക്ക് അവിടെ നിൽപ്പുണ്ടായിരുന്നു, അതേ കയറി പോകുന്നു. ആരെ പറ്റിയും ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതാണ് അതിമനോഹരമായ അണ്ടർ കവേർഡ് ഓപ്പറേഷൻ എന്ന് പറയുന്ന മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ബോംബെ അറ്റാക്ക് അറിയാം, എത്ര പേരെയാണ് കൊന്നത്. അതിൻ്റെയൊക്കെ പിറകിൽ കളിച്ചാണ് ഈ പറയുന്ന അബു അട്ടലും ഈ ഹഫീസ് സെയ്ദിന്റെ ആണ് അതിന് മുഴുവൻ സൂത്രധാരണത്. ഈ നമ്മുടെ അജ്ഞാതന്മാരെന്ന് പറയുന്ന കക്ഷികൾ പാകിസ്ഥാനിൽ തകർത്താടുകയാണ്. ഇവന്മാർക്ക് പേടിയോടെ പേടി. ഇതേപോലെ ഇത്രയും ഗവൺമെന്റ് സെക്യൂരിറ്റിയും കമാൻഡോകളുമായിട്ട് ജലം എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിന്റെ അകത്തൂടെ പോകുമ്പോൾ, അതുപോലെ സിറ്റി സൈഡിൽ കൂടെ പോകുമ്പോൾ, അർബൻ സിറ്റി കൂടെ പോകുമ്പോൾ അയാൾ ഇത്ര അതിമനോഹരമായിട്ട് തട്ടുകയും അത് കൺഫേം ചെയ്തവൻ തട്ടിപ്പോയി. അപ്പൊ അതിനുശേഷം ഇവർ ആർക്കും മനസ്സിലായിട്ട് പോലില്ല ആരാണ് എന്താണെന്ന്. വളരെ സിമ്പിളായിട്ട് രക്ഷപ്പെട്ടു. അപ്പൊ അത്രമാത്രം ഓപ്പറേഷൻ ഇത്ര കൃത്യമായിട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. അതായത് പണ്ട് ഇസ്രായേലി മൊസാദാണ് ഇതേപോലെ അണ്ടർ കവർ ഓപ്പറേഷൻ ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ട് ചെയ്തത്. ഇന്ന് ലോകത്തിൽ അതിമനോഹരമായിട്ടാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ നമ്മുടെ ഏജൻസ് അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതോടുകൂടി ഇവിടെയുള്ള പല നമുക്ക് ഒരു നേഷൻ അവർക്ക് തൊടാൻ പറ്റുന്നില്ല ആരാണ് എന്താണെന്ന്. അതിമനോഹരമായ അണ്ടർ കവർ ഓപ്പറേഷനാണ് ഇന്ത്യ പാകിസ്ഥാനിലാണെങ്കിൽ ലോകത്തെവിടെയും ഒരു ഇന്ത്യക്ക് വേണ്ടി നടത്തുക. ഒരു ഇന്ത്യക്കാരന്റെ
ലൈഫിന് വിലയുണ്ട്. നീ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ആ മെസ്സേജാണ് മോദി ഗവൺമെന്റ് എല്ലാ ഭീകരന്മാർക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും കൊടുത്തിരിക്കുന്ന ഏറ്റവും ശക്തമായ മെസ്സേജ്. അതായത് നീ വില കൊടുക്കേണ്ടി വരും, അത്രമാത്രം. ഈ പറയുന്നത്